ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് നാളായി കണ്ടിട്ട്. ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട് തിരക്കായിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ട് മാവേലിയെ പോലെ പൊങ്ങി വന്നതൊന്നും അല്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ പോലെയല്ല, നമുക്ക് ഹെൽപ്പിനൊന്നും ആരും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇന്ന് ഗണേശ ചതുർത്ഥിയാണ്. അപ്പോൾ എൻ്റെ കൽക്കത്തയിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ശുഭം. സോ ഇവൻ്റെ പേര് ശുഭങ്കർ എന്നാണ്. ഇവരുടെ നാട്ടിലൊക്കെ പൂജയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത് വീടുകളിൽ ഞാൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റിൽ ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നും ഗണേശൻ്റെ വിഗ്രഹങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇവൻ രാവിലെ ഈ പഴം, അതുപോലെ കുറച്ച് ലഡ്ഡു, അതുപോലെ ചന്ദനത്തിരി, പൂക്കളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളൊരു ദീപം വെച്ചു. ഈ ദീപം ഞങ്ങൾ ദീപാവലിക്ക് വാങ്ങിച്ചതാണ്. സാമ്പ്രാണി എന്ന് പറയും ഞങ്ങൾ വീട്ടിൽ, അതുണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാം ശരിയാക്കി. ഗണേശൻ്റെ വിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഐപാഡിലൊരു ഫോട്ടോ ആണ് എടുത്ത് വെച്ചത്. ഭക്തിപരമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റാണ് നമുക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. നമ്മൾ പറയാറില്ലേ, ദൈവം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ടെന്ന്. അപ്പോൾ ഐപാഡിലായാലും നമുക്ക് മനസ്സിലുള്ള ഭക്തി ആ ദൈവത്തെ കാണുന്ന സമയത്ത് തോന്നിയാൽ മതി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് ഞങ്ങൾക്കും തോന്നിയത്. എല്ലാവർക്കും ഗണേശ ചതുർത്ഥി ആശംസകൾ.